ഇന്ന് നമ്മൾ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പാർട്ട് 4 ലെസൺസ് ആണ് നോക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ എസ് എം പി എസിൻ്റെ വർക്കിങ്ങും ദെൻ നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് SMS ബ്ലോക്ക് ഡയഗ്രാം ആൻഡ് അഡ്വാൻറ്റേജസ് എന്നാണ്. പിന്നെ ഐസീസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഇത് ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. സോ ദിസ് ഈസ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ SMS അല്ലേ. SMS എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അപ്പോൾ ഒരു പവർ സപ്ലൈ ആണ്, ബട്ട് ഇറ്റ് ഹാസ് എ സ്വിച്ചിങ് ആക്ഷൻ. ഒരു സ്വിച്ചിങ് ആക്ഷൻ ഉള്ളത് കൊണ്ട് അതിന് നമ്മൾ സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ മൊബൈൽ ചാർജേഴ്സിലും അതുപോലെ എക്യുപ്മെൻറ്റ്സിലും ഒക്കെ ഉള്ളതാണ്. സോ നമുക്കറിയാം പവർ സപ്ലൈസ് ഒരുപാട് ടൈപ്പിലുണ്ട്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബേസിക് ആയിട്ടുള്ള DC പവർ സപ്ലൈ പഠിച്ചായിരുന്നു. അതെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വിളിക്കുന്നതാണ് ലീനിയർ പവർ സപ്ലൈ. അപ്പം അതിനകത്ത് എന്തായിരുന്നു ചെയ്യുന്നത്? നമുക്ക് AC മെയിൻസ് വരുന്നത് ആദ്യം ഒരു റെക്ടിഫയർ ബ്ലോക്ക് ഉണ്ട് അല്ലേ, ആദ്യം ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോൾ 230 വോൾട്ട് 50 ഹെർട്സ് നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് അത് നമ്മൾ ഡയോഡിലേക്ക് കൊടുക്കും, അതായത് റെക്ടിഫയർ സർക്യൂട്ടിലേക്ക് കൊടുക്കും. റെക്ടിഫയർ സർക്യൂട്ട് അതിനെ AC-നെ DC ആക്കും. അതിനുശേഷം അതൊരു പൾസേറ്റിംഗ് DC ആയിരിക്കും. അതിന് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കും? ഒരു ഫിൽറ്റർ സർക്യൂട്ടിലേക്ക് കൊടുക്കും. ദെൻ ആ ഫിൽറ്റർ സർക്യൂട്ടിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ ഒരു 7805 എന്നുള്ള വോൾട്ടേജ് റെഗുലേറ്ററിൽ കൊടുത്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അതാണ് എന്ത്? ലീനിയർ പവർ സപ്ലൈ. അപ്പോൾ ആ ലീനിയർ പവർ സപ്ലൈക്ക് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ SMPSലേക്ക് പോകുന്നത്. അപ്പോൾ ഈ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലീനിയർ പവർ സപ്ലൈ, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ആ DC പവർ സപ്ലൈ, ലീനിയർ പവർ സപ്ലൈക്കുള്ള ബേസിക് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ ഒരു ഔട്ട്പുട്ട് മാത്രമേ അന്ന് പോസിബിൾ ആവത്തുള്ളൂ. ഔട്ട്പുട്ട് സ്വിങ്സ് ഒന്നും നടക്കത്തില്ല, ഒറ്റ ഒരു ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? പോസിബിൾ ആവത്തുള്ളൂ. പിന്നെ ഒരു പ്രധാന ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന AC-നെ ആ ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള AC ആണ് വരുന്നത്. അതായത് 50 ഹെർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി വെരി ലോ ഫ്രീക്വൻസിയാണ്. ആ 230 വോൾട്ട് 50 ഹെർട്സ് എന്നുള്ള ആ AC സിഗ്നലിനെ ഡയറക്റ്റ് ഒരു ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഈ ട്രാൻസ്ഫോമർ അത് ഒറ്റയടിക്ക് ഈ 230 വോൾട്ട് എന്നുള്ളത് ഒരു 12 20 വോൾട്ടോ ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ്. ആ ഒരു സ്റ്റെപ്പ് ഡൗൺ നടക്കുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ലോസ് ഉണ്ടാകുന്നുണ്ട്. ആ ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഹീറ്റിന് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, ഹീറ്റ് കാരണം നമ്മുടെ എക്യുപ്മെൻറ്റ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരുപാട് ഹീറ്റ് നിൽക്കാതിരിക്കാനുള്ള ഒരുപാട് പ്രൊവിഷൻസ് അതിനകത്ത് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ സിസ്റ്റം എൻറ്റയർ എന്താവും? ബൾക്കി ആവും. അത് വൺ ഓഫ് ദി മെയിൻ റീസൺസ് ഓഫ് നോട്ട് യൂസിങ് ലീനിയർ പവർ സപ്ലൈ. നമ്മൾ ലീനിയർ സപ്ലൈ ഉപയോഗിക്കാത്ത ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ലോ ഫ്രീക്വൻസിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പം എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ലീനിയർ പവർ സപ്ലൈ ഉപയോഗിക്കാതെ എന്തിലേക്ക് പോകുന്നത്? സ്വിച്ച് മോഡ് പവർ സപ്ലൈയിലേക്ക് പോകുന്നത്. അതുപോലെ നമ്മുടെ സിസ്റ്റം എന്തായിരിക്കും? ബൾക്കി ആയിരിക്കും ലീനിയർ പവർ സപ്ലൈ ആണെങ്കിൽ. സ്വിച്ച് മോഡ് പവർ സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കും. ദെൻ പിന്നെ ഹീറ്റ് ലോസ് കൂടുതലായിരിക്കും ലീനിയർ പവർ സപ്ലൈ. നമുക്ക് ഹീറ്റ് ലോസ് എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? സ്വിച്ച് മോഡ് പവർ സപ്ലൈയിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്താ ചെയ്യുന്നത്? ഇറ്റ് കൺവേർട്ട്സ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ടു ഡയറക്റ്റ് കറണ്ട്. മെയിൻലി ഇറ്റ് കൺവേർട്ട് 110 ഓർ 240 വോൾട്ട് AC. അപ്പോൾ നമ്മുടെ മെയിൻ C വരുന്ന 110 അല്ലെങ്കിൽ 230 വോൾട്ട് 240 വോൾട്ട് AC-നെയൊക്കെ ആയിരിക്കും അത് കൺവേർട്ട് ചെയ്ത്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് പവർ സപ്ലൈസ് ഉണ്ട്: ലീനിയർ പവർ സപ്ലൈ, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. പിന്നെ പല വേർഷൻസ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ഇതാണ് നോക്കുന്നത്. അപ്പം നെക്സ്റ്റ് ദിസ് റിസീവ്സ് 230 വോൾട്ട് AC ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് DC ലെവൽ സച്ച് എസ് +5 വോൾട്ട്, -5 വോൾട്ട്, +12, -12 വോൾട്ട്. അപ്പം നമ്മുടെ എക്യുപ്മെൻറ്റ്സ്, വീട്ടിലിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ഒന്നുകിൽ +12 റേഞ്ച്
അല്ലെങ്കിൽ എന്താണ് +5 വോൾട്ട്, 5 വോൾട്ട് 12 വോൾട്ട് ആ റേഞ്ചിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ വരുന്ന 230 വോൾട്ട് സപ്ലൈനെ എന്തായാലും നമുക്ക് റെഡ്യൂസ് ചെയ്ത് DC ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആക്കി കൊടുത്താൽ മാത്രമേ എല്ലാ എക്യുപ്മെൻറ്റ്സും വർക്ക് ചെയ്തുള്ളൂ. അപ്പം എല്ലായിടയ്ക്കും നമ്മൾ SMPS അല്ലെങ്കിൽ പവർ സപ്ലൈ എല്ലായിടവും ആവശ്യമായിട്ട് ഉണ്ട്. ഇനി നമ്മുടെ സിലബസിൽ പറയുന്നത് ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് SMPS ആണ്. അപ്പം ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് SMPS എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇത്രയും സർക്യൂട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ വരുന്ന AC-നെ ഡയറക്റ്റ് അങ്ങ് ട്രാൻസ്ഫോമറിൽ കൊടുക്കുകയല്ല, ലോ ഫ്രീക്വൻസീനെ ഒന്ന് ഹൈ ഫ്രീക്വൻസി ആക്കിയിട്ടാണ് ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നത്. അപ്പം ഹൈ ഫ്രീക്വൻസി, അപ്പോൾ ഈ ട്രാൻസ്ഫോമറിനൊരു പ്രത്യേകതയുണ്ട്. ആ ട്രാൻസ്ഫോമറിൻ്റെ സൈസ് ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ട്രാൻസ്ഫോമറിൻ്റെ സൈസ് ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് നമുക്ക് ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ സൈസ് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അതാണ് SMPSൻ്റെ ഒരു പ്രധാന പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ വരുന്ന സിഗ്നലിനെ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാക്കി നമുക്ക് ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം അതിനകത്ത് ലോസ്, ഹീറ്റ് ലോസ് ഒക്കെ അല്ലെങ്കിൽ പവർ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് കണ്ടോ, ഒരു ലോ ഫ്രീക്വൻസി ഹൈ വോൾട്ടേജ്. അപ്പോൾ എന്താണ്, ഇൻപുട്ട് AC സപ്ലൈ ആണ്. അത് നമുക്കറിയാം, ഒരു 50 അല്ലെങ്കിൽ 60 ഹെർട്സ് ലോ ഫ്രീക്വൻസി ആണ്. ഹൈ വോൾട്ടേജ് ആണ് അല്ലേ, ഒരു 110 വോൾട്ടോ 230 വോൾട്ടോ ഒരു ഹൈ വോൾട്ടേജ് ആണ്. അത് നമ്മൾ എന്തിലേക്ക് കൊടുക്കും, ഒരു റെക്ടിഫയർ സർക്യൂട്ടിലേക്ക് കൊടുക്കും. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് റെക്ടിഫയർ സർക്യൂട്ടാണ് അല്ലേ. ആ റെക്ടിഫയർ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ഒരു യൂണി ഡയറക്ഷനിലായിട്ടുള്ള ഒരു പൾസേറ്റിംഗ് ഹൈ വോൾട്ടേജ് അൺഫിൽറ്റേർഡ് DC ആണ് കിട്ടുന്നത് അല്ലേ, അല്ലെങ്കിൽ പൾസേറ്റിംഗ് DC ആണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് എന്തുണ്ട്, ഒരു ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ഒരു ഹൈ വോൾട്ടേജ് ഫിൽറ്റേർഡ് DC ഔട്ട്പുട്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഹൈ വോൾട്ടേജ് അൺഫിൽറ്റേർഡ് DC അത് നമ്മൾ എന്ത് ചെയ്യും, ഹൈ വോൾട്ടേജ് ഫിൽറ്റേർഡ് DC ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഏതെങ്കിലും ഒരു ഫിൽറ്റർ സർക്യൂട്ട് ഉപയോഗിച്ച്, LCയോ സെക്ഷനോ എന്തെങ്കിലും ഒരു ഫിൽറ്റർ സർക്യൂട്ട് ഉപയോഗിച്ച് നമ്മൾ അതിനെ എന്ത് ചെയ്തു, അതിനെ സ്മൂത്ത് ആയിട്ടുള്ള DC ആക്കി. ഇനി എന്താ ചെയ്യണത്, ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ബ്ലോക്ക്. ദിസ് ഈസ് കോൾഡ് ഹൈ ഫ്രീക്വൻസി സ്വിച്ച്. ഹൈ ഫ്രീക്വൻസി സ്വിച്ച് എന്താ ചെയ്യുന്നത്, നമ്മുടെ വരുന്ന DC-നെ എന്ത് ചെയ്യും, ഒരു ഹൈ ഫ്രീക്വൻസി ഹൈ വോൾട്ടേജ് AC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ BJT അല്ലെങ്കിൽ MOSFET അതുപോലുള്ള ഹൈ ഫ്രീക്വൻസി സ്വിച്ചസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ സ്വിച്ചിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ DC-നെ ഇങ്ങനെ പൾസേറ്റിംഗ് ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി സിഗ്നലായിട്ട് മാറ്റും. അതായത് DC-നെ കുറച്ച് നേരം ഓൺ ആവും, പിന്നെ കുറച്ച് നേരം കടത്തി വിടത്തില്ല, ദെൻ വീണ്ടും ഓൺ ആവും, ദെൻ വീണ്ടും കടത്തി വിടത്തില്ല. അപ്പം നമുക്ക് ആ ഒരു സ്വിച്ചിങ് ആക്ഷൻ നമുക്ക് ഇവിടെ ഒരു PWM സർക്യൂട്ട് ഉണ്ട് കണ്ടോ. PWM എന്ന് പറഞ്ഞാൽ പൾസ് വിഡ്ത്ത് മോഡുലേറ്റർ സർക്യൂട്ട്. അതിന് കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് കണ്ടോ, ഒരു പൾസ് ജനറേറ്റർ ഓസിലേറ്റർ. ഈ പൾസ് ജനറേറ്റർ ഓസിലേറ്ററിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ഈ പൾസ് വിഡ്ത്ത് സർക്യൂട്ടിൻ്റെ പൾസ് എന്ത് ചെയ്യാം, നമുക്ക് വേരി ചെയ്യിക്കാം. ആ വേരി ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ഒരു ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ആക്ഷൻ നടക്കും. ആ സ്വിച്ചിങ് ആക്ഷനാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്ക് പിന്നെ കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ ഇൻപുട്ട് ഇപ്പോൾ എന്തായി, ഹൈ ഫ്രീക്വൻസി ഹൈ വോൾട്ടേജ് AC ആയി. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, ഈ ഹൈ ഫ്രീക്വൻസി ഹൈ വോൾട്ടേജ് AC-നെ ഹൈ ഫ്രീക്വൻസി ലോ വോൾട്ടേജ് AC ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും എന്താണ്, ഇവിടെ വീണ്ടും ഒരു റെക്ടിഫയിങ് ആക്ഷൻ നടക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഫിൽറ്ററിങ് ആക്ഷൻ ഉണ്ട്. നമുക്ക് പിന്നെയാണ് ഫൈനൽ ലോ വോൾട്ടേജ് ഫിൽറ്റേർഡ് DC ഔട്ട്പുട്ട് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹൈ ഫ്രീക്വൻസി ആക്കിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടും സ്വിച്ച് മോഡ് പവർ സപ്ലൈക്കകത്തുള്ള ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. അതായത് ലീനിയർ പവർ സപ്ലൈയിൽ ഇല്ലാത്ത പോലെ ഇതിനകത്ത് എന്തുണ്ട്, ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. എന്താണ് ഫീഡ്ബാക്ക് മെക്കാനിസം? അതായത് നമ്മൾ ഫീഡ്ബാക്ക് മെക്കാനിസം ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു വോൾട്ടേജ് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ഔട്ട്പുട്ടിൽ നിന്ന് ഇത്ര കിട്ടും, അവിടെ അത് കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് അറിയിക്കുന്നതാണ് എന്ത്, ഫീഡ്ബാക്ക് മെക്കാനിസം. അപ്പം നമ്മൾ ഇവിടുന്ന് സപ്ലൈ കൊടുത്തു, അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഡിവൈസിലേക്ക് അത് കിട്ടിയോ കിട്ടിയില്ലയോ എന്ന് അറിയിക്കുന്നതാണ് എന്ത്,
ഫീഡ്ബാക്ക് മെക്കാനിസം. അപ്പോൾ ഈ ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു അഡ്വാൻറ്റേജും ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറവാണോ കൂടുതലാണോ കിട്ടിയതെന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറവാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ വീണ്ടും അതെന്ത് ചെയ്യും, കൂട്ടിക്കൊടുക്കും. പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ വീണ്ടും അതെന്ത് ചെയ്യും, കുറച്ച് കൊടുക്കും. അതാണ് ഈ ഫീഡ്ബാക്ക് മെക്കാനിസത്തിൻ്റെ പ്രത്യേകത. അപ്പം നോക്കിക്കേ, ഇവിടെ നമുക്കൊരു ഫീഡ്ബാക്ക് ഒപ്റ്റോ ഐസൊലേറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ PWM സർക്യൂട്ടിലേക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ PWM സർക്യൂട്ട് എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ സ്വിച്ചിങ് ആക്ഷൻ നടത്തുന്നത് ആരാണ്, ഈ PWM സർക്യൂട്ടിന് കൊടുക്കുന്ന ഒരു പൾസ് വെച്ചിട്ടാണ്. അപ്പോൾ ആ പൾസ് എത്രത്തോളം വേരി ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം ഓൺ ടൈം എത്രത്തോളം ഓഫ് ടൈം നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്, ഈ ഫീഡ്ബാക്ക് മെക്കാനിസമാണ്. അപ്പോൾ ഇത്രയും ചേരുന്നതാണ് നമ്മുടെ ഒരു സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈയുടെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഹൈ ഫ്രീക്വൻസി ആണ് നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള ലോസ് ഒക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈ ഫ്രീക്വൻസി കൊടുക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ഓരോ സ്റ്റേജിലെ ഔട്ട്പുട്ടുകൾ നോക്കുക, ഓരോ സ്റ്റേജിലെ ഇൻപുട്ടുകൾ നോക്കുക. ദെൻ എന്താണ് PWM സർക്യൂട്ടിൻ്റെ ഫംഗ്ഷൻ, ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പൾസ് വിട്ട് മോഡുലേറ്റഡ് സർക്യൂട്ട്. ഈ പൾസ് വേരി ചെയ്യുന്ന അനുസരിച്ചാണ് ഇതിൻ്റെ സ്വിച്ചിങ് ആക്ഷൻ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് എന്തുണ്ട്, ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. ആ ഫീഡ്ബാക്ക് മെക്കാനിസം വേറൊരു പവർ സപ്ലൈക്കകത്ത് നമ്മൾ പഠിച്ചതിനകത്തില്ല. ഇതിനകത്ത് നമുക്ക് ഇപ്പം 12 വോൾട്ട് കിട്ടേണ്ടടുക്കുക 6 വോൾട്ടേ കിട്ടിയോളെന്നുണ്ടെങ്കിൽ നമുക്കതിനെ തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും എന്തിലോട്ടാക്കാം, 12 വോൾട്ടിലോട്ടാക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രവും പിന്നെ കുറച്ച് അഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ AC ഇൻപുട്ട് സപ്ലൈ 50 Hz ഈസ് ഗിവൺ ഡയറക്ട്ലി ടു ദ റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ സർക്യൂട്ട് കോമ്പിനേഷൻ വിത്തൗട്ട് യൂസിങ് ട്രാൻസ്ഫോമർ. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഇൻപുട്ട് സ്റ്റേജിൽ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നില്ല. പിന്നെന്താണ്, ദിസ് ഔട്ട്പുട്ട് വിൽ ഹാവ് മെനി വേരിയേഷൻസ് ആൻഡ് ദ കപ്പാസിറ്റൻസ് വാല്യൂ ഓഫ് ദ കപ്പാസിറ്റർ ഷുഡ് ബി ഹയർ ടു ഹാൻഡിൽ ദി ഇൻപുട്ട് ഫ്ലക്ച്വേഷൻസ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഇവിടെ ഹൈ ആയിരിക്കും. നമ്മൾ ആദ്യം തന്നെ റെക്ടിഫയറിലോട്ടും ഫിൽറ്ററിലോട്ടും കൊടുക്കുന്നുണ്ട്, നമ്മൾ കുറയ്ക്കുന്നൊന്നുമില്ല. ദെൻ ദിസ് അൺറെഗുലേറ്റഡ് DC ഈസ് ഗിവൺ ടു ദ സെൻട്രൽ സ്വിച്ചിങ് സെക്ഷൻ ഓഫ് SMPS. ഈ അൺറെഗുലേറ്റഡ് DCനെയാണ് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കുന്നത്, സ്വിച്ചിങ് സെക്ഷൻ ഓഫ് SMPS. ആ സ്വിച്ചിങ് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ഉള്ളത്, ഇറ്റ് മേ ബി എ പവർ ട്രാൻസിസ്റ്റർ ഓർ എ മോസ്ഫെറ്റ്. അപ്പം ഒരു ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ മോസ്ഫെറ്റ് നമുക്ക് സാച്ചുറേഷനിലും കട്ട് ഓഫിലും അതിനെ വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതൊരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും അല്ലേ. അപ്പോൾ അതാണ് അവിടെ ഉപയോഗിക്കുന്നത്. വിച്ച് സ്വിച്ചസ് ഓൺ ആൻഡ് ഓഫ് അക്കോർഡിംഗ് ടു ദി വേരിയേഷൻ ആൻഡ് ദിസ് ഔട്ട്പുട്ട് ഈസ് ഗിവൺ ടു ദി പ്രൈമറി ഓഫ് ദ ട്രാൻസ്ഫോമർ പ്രസൻറ്റ് ഇൻ ദിസ് സെക്ഷൻ. ഓക്കെ ആണല്ലോ. The transformer used here are much smaller and lighter ones unlike the ones used for 60 Hz supply. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ എന്താണ്, വളരെ ചെറുതുമാണ്, ലൈറ്റ് വെയ്റ്റുമാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി എന്താണ്, വളരെ കൂടുതലാണ്. ദീസ് ആർ മച്ച് എഫിഷ്യൻറ്റ് ആൻഡ് ഹെൻസ് ദ പവർ കൺവേർഷൻ റേഷ്യോ ഈസ് ഹയർ. ഇത് എഫിഷ്യൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് പവർ ലോസ് കുറയ്ക്കാം, അല്ലെങ്കിൽ എഫിഷ്യൻസി എന്താണ്, കൂട്ടാം. നെക്സ്റ്റ് ഈസ് ഔട്ട്പുട്ട് സ്റ്റേജ്. ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ദ ഔട്ട്പുട്ട് സിഗ്നൽ ഫ്രം ദ സ്വിച്ചിങ് സെക്ഷൻ ഈസ് അഗെയിൻ റെക്ടിഫൈഡ് ആൻഡ് ഫിൽറ്റർഡ് ടു ഗെറ്റ് ദി റിക്വയർഡ് DC വോൾട്ടേജ്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിൽ വീണ്ടും എന്ത് നടക്കുന്നുണ്ട്, ഒരു ഫിൽറ്ററിങ്ങും റെക്ടിഫിക്കേഷനും ആക്ഷൻ അവിടെ നടക്കുന്നുണ്ടല്ലേ. ദിസ് ഈസ് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിച്ച് ഈസ് ദെൻ ഗിവൺ ടു ദി കൺട്രോൾ സർക്യൂട്ട് വിച്ച് ഈസ് എ ഫീഡ്ബാക്ക് സർക്യൂട്ട്. അപ്പോൾ നമ്മുടെ കൺട്രോൾ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ആ ഫീഡ്ബാക്ക് സർക്യൂട്ട്, ആ PWM, ആ പൾസ് ജനറേറ്റർ നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്ത് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതാണ് അവിടുത്തെ കൺട്രോൾ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. ദ ഫൈനൽ ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ കൺസിഡറിങ് ദി ഫീഡ്ബാക്ക് സിഗ്നൽ. ആ ഫീഡ്ബാക്ക് കൂടെ കിട്ടിയതിന് ശേഷം മാത്രമേ ഒരു കൺട്രോൾഡ് വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടത്തുള്ളൂ. So control unit എന്ന് പറഞ്ഞാൽ by controlling the chopping frequency the final voltage level is maintained. This is controlled by comparing the inputs given to the error amplifier whose output helps to decide whether to increase or decrease the chopping frequency. അപ്പം നമുക്ക് അവിടെ ഒരു എറർ ആംപ്ലിഫയർ ഉണ്ട്. എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിലാണ് നമുക്ക് ഫീഡ്ബാക്കിൽ എന്ത് ചെയ്യേണ്ടത്, ചേഞ്ചസ് വരുത്തേണ്ടത്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ചോപ്പിംഗ് ഫ്രീക്വൻസി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും.
The PWM oscillator produces a standard PWM wave fixed frequency. അതായത് PWM ഓസിലേറ്റർ അവിടെ PWM മോഡുലേറ്ററിൻ്റെ ഇപ്പുറത്തായിട്ട് ഇരിപ്പുണ്ട്. അതിനകത്ത് കൊടുക്കുന്നത് കാരണം അതിൻ്റെ വിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഇൻപുട്ട് വേണം, ഒരു ബേസിക് സിഗ്നൽ. അത് കൊടുക്കുന്നത് ആരാണ്? ഈ PWM ഓസിലേറ്റർ. ഒരു പൾസ് ജനറേറ്റ് ചെയ്യുന്നതാണ് ഈ PWM ഓസിലേറ്റർ. നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇത്രയാണ് നമ്മുടെ SMPS. SMPSൻ്റെ അഡ്വാൻറ്റേജസ് നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, so it operates at high frequency, then output voltage is well regulated and controlled by duty cycle, and there is little resistive loss since the transistor fully on or off during switching. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എത്ര നേരം ഇത് ഓൺ ആയിരിക്കണം, എത്ര നേരം ഇത് ഓഫ് ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ വെച്ചിട്ട് നിശ്ചയിക്കാം. അതായത് ഇപ്പം നമുക്ക് ടി ഓൺ കൂടുതലും ടി ഓഫ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഡിസൈൻ ചെയ്ത് വെക്കാം. അപ്പം ഔട്ട്പുട്ട് എന്താ, നമുക്ക് ഒരുപാട് നേരം കിട്ടും. നേരെ മറിച്ച് നമുക്ക് ടി ഓൺ കുറച്ച് മതി, ടി ഓഫ് വേണം, കുറേ നേരം ഓഫായിരിക്കണം, ടി ഓഫ് ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് കുറച്ച് കിട്ടത്തുള്ളൂ. അതായത് നമുക്ക് നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ വെച്ചിട്ട് എപ്പോഴും അങ്ങ് ഓണാക്കി ഇരിക്കേണ്ട, നമുക്ക് ആ ഡ്യൂട്ടി സൈക്കിൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ടി ഓണും ടി ഓഫും വെച്ചിട്ട് എത്ര നേരം ആ സ്വിച്ചിങ് ആക്ഷൻ നടക്കണമെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റെസിസ്റ്റീവ് ലോസസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കുറയ്ക്കും. പിന്നെ ഗ്രേറ്റർ എഫിഷ്യൻസിയാണ്. Because the switching transistor dissipates very less heat, the SMPS can fail and can cause very high output voltage that destroys the equipment. അപ്പോൾ ഒരുപാട് ഒരു ഹൈ വോൾട്ടേജ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ SMPS ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും, അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് പ്രവർത്തിക്കാതാവും. അതും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, എഫിഷ്യൻസി ഈസ് ഹൈയസ്റ്റ് 80 to 90%. നമ്മുടെ ലീനിയർ പവർ സപ്ലൈക്ക് ആണെങ്കിൽ ഏകദേശം 40-45 അത്രയും എഫിഷ്യൻസിയെ പ്രതീക്ഷിക്കാവൂ. പക്ഷേ നമുക്ക് SMPS ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഗുലേറ്റഡ് ആയിട്ടുള്ള DC ഔട്ട്പുട്ട് കിട്ടും വിത്ത് എഫിഷ്യൻസി ഓഫ് 80 to 90%. Less heat generation, less power wastage, the device is compact and small in size. Then the manufacturing cost is reduced. Provision for providing the required number of voltages. അപ്പോൾ നമുക്ക് വേണ്ടുന്ന വോൾട്ടേജസ് നമുക്ക് ഒറ്റ ഒരു വോൾട്ടേജ് അല്ല, നമുക്ക് വേണ്ടുന്ന വോൾട്ടേജസ് അവിടെ നിന്ന് വേരി ചെയ്യിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദി മേജർ അഡ്വാൻറ്റേജസ് ഓഫ് SMPS. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ SMPSൽ നിന്ന് തറവായിട്ട് നോക്കിക്കൊണ്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് ICs നോക്കാം. നെക്സ്റ്റ് ഈസ് ICs. ഇപ്പം നമുക്ക് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് ICs എന്നൊരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഉദ്ദേശിക്കുന്നത് IC കുറിച്ചൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ ICs എന്താണ്, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് ICസും അതിൻ്റെ ലോജിക് ഫാമിലീസും അതെല്ലാം നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ICs എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് മൈക്രോ സർക്യൂട്ട്, മൈക്രോ ചിപ്പ്, സിലിക്കൺ ചിപ്പ് is a single silicon chip of semiconductor containing both passive and active components and their interconnections. അപ്പോൾ നമുക്കറിയാം ഒരു IC എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് കമ്പോണൻസ് അല്ലേ. ഇറ്റ് മേ ബി ആക്റ്റീവ് ഡിവൈസസ് ഓർ പാസീവ് ഡിവൈസ്, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം കൂടെ നമ്മൾ ഒരു സിംഗിൾ ചിപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തുള്ള കുറേ ഇൻ്റർ കണക്ഷൻസും കാണും അല്ലേ. ഇതെല്ലാം കൂടെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്മോൾ ചിപ്പാണ് എന്ത്, IC അഥവാ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അതിന് നമ്മൾ വേറെ പേരൊക്കെ വിളിക്കുക. എന്തൊക്കെയാണ്, മൈക്രോ സർക്യൂട്ട്, മൈക്രോ ചിപ്പ്, സിലിക്കൺ ചിപ്പ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ICയുടെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫാബ്രിക്കേഷൻ പ്രോസസ്സ് അനുസരിച്ച് നമുക്ക് ICനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് മോണോലിത്തിക് IC ആൻഡ് ഹൈബ്രിഡ് IC. അപ്പോൾ എന്താണ് മോണോലിത്തിക് IC? അപ്പോൾ മോണോലിത്തിക് IC എന്ന് പറഞ്ഞാൽ സിംഗിൾ ചിപ്പ് ഈസ് യൂസ്ഡ് ഫോർ ദി ഫാബ്രിക്കേഷൻ ഓഫ് കംപ്ലീറ്റ് സർക്യൂട്ട്. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് സർക്യൂട്ട്, നമുക്കൊരു സർക്യൂട്ട് എന്താണ് ആവശ്യം അത് ഫുള്ളി നമുക്ക് ഒരു സിംഗിൾ ചിപ്പിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം, മോണോലിത്തിക് IC എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഹൈബ്രിഡ് IC. ഹൈബ്രിഡ് IC എന്താണ്, നമുക്ക് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു IC പോരാ, നമുക്ക് മോർ ദാൻ വൺ ചിപ്പ് ആവശ്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം, ഹൈബ്രിഡ് IC എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. അപ്പം ബേസ്ഡ് ഓൺ ദി ക്ലാസിഫിക്കേഷൻ, ബേസ്ഡ് ഓൺ ദി ഫാബ്രിക്കേഷൻ പ്രോസസ്, ഇറ്റ് ഈസ് മോണോലിത്തിക് ഓർ ഹൈബ്രിഡ്.
നെക്സ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ മോഡ് ഓഫ് ഓപ്പറേഷൻ്റെ ബേസിസിലാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ലീനിയർ ഓർ അനലോഗ് ഐ സി, സെക്കൻഡ് വൺ ഈസ് ഡിജിറ്റൽ ഐ സി, തേർഡ് വൺ ഈസ് ഇൻ്റർഫേസിങ് ഐ സിസ്. അപ്പോൾ എന്താണ് ലീനിയർ ഓർ അനലോഗ് ഐ സി എന്ന് പറഞ്ഞാൽ? ലീനിയർ ഓർ അനലോഗ് ഐ സി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മോസ്ഫെറ്റ്സ് ഒക്കെ അതിൻ്റെ ആക്റ്റീവ് റീജിയൻ അല്ലെങ്കിൽ ലീനിയർ റീജിയൻ, ആക്റ്റീവ് റീജിയനിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് നമുക്കറിയാം ഓപ്പാമ്പ് ഐ സി ആയ IC741 അല്ലേ. അപ്പോൾ ആ ഐ സിയുടെ പ്രത്യേകത എന്താണ്? അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മോസ്ഫെറ്റ്സ് ഒക്കെ എന്താണ്, അതിൻ്റെ ആക്റ്റീവ് റീജിയൻ ഓഫ് ഓപ്പറേഷനിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഓപ്പാമ്പ് ഒരു ആംപ്ലിഫയർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ എന്തായിരിക്കണം, ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്റ്റീവ് റീജിയനിലായിരിക്കണമല്ലോ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഓർക്കുക. അനലോഗ് ഐ സിക്ക് അല്ലെങ്കിൽ ലീനിയർ ഐ സിക്ക് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ IC741 നമ്മുടെ ഓപ്പാമ്പ് ഐ സി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഡിജിറ്റൽ ഐ സി. ഡിജിറ്റൽ ഐ സി എന്താണ്? ഡിജിറ്റൽ ഐ സി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് കമ്പോണൻസ്. ആക്റ്റീവ് കമ്പോണൻസ് എന്താണ്? പ്രധാനമായിട്ട് നമ്മൾ ആക്റ്റീവ് കമ്പോണൻസിലാണ് ആക്റ്റീവ് റീജിയൻ അല്ലെങ്കിൽ കട്ട് ഓഫ് സാച്ചുറേഷൻ റീജിയൻ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഡിജിറ്റൽ ഐ സിസിൽ ഉപയോഗിക്കുന്ന മോസ്ഫെറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ അതിൻ്റെ സാച്ചുറേഷൻ അഥവാ കട്ട് ഓഫ് റീജിയനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ അതിനകത്ത് ഓൺ ഓഫ് സ്റ്റേജസ് മതി അല്ലേ. അപ്പം ട്രാൻസിസ്റ്ററും അഥവാ മോസ്ഫെറ്റും ഒക്കെ അതിൻ്റെ സാച്ചുറേഷൻ അല്ലെങ്കിൽ കട്ട് ഓഫ് റീജിയനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന ഐ സീസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഐ സീസ്, ദെൻ കൗണ്ടർ ഐ സീസ്, ദെൻ എന്താണ് പിന്നെ അതുപോലെ നമ്മുടെ ലോജിക് ഗേറ്റ്സിൻ്റെ ഐ സീസ്, അതെല്ലാം എന്തിൽ വരുന്നു? ഡിജിറ്റൽ ഐ സീസ്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, ഇതെല്ലാം എന്താണ്? ഡിജിറ്റൽ ഐ സീസ്. എൻ്റെ എക്സാമ്പിൾ കൊടുത്തേക്കുന്ന IC7400, അതുപോലെ IC740802, ദെൻ എന്താണ് 7492, ദെൻ 7474. നമുക്കറിയാം നമ്മൾ ഡിജിറ്റൽ ലാബിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഐ സീസും എന്താണ്? ഡിജിറ്റൽ ഐ സീസ് ആണ്. കൗണ്ടർ ഐ സീസ്, ഷിഫ്റ്റ് രജിസ്റ്റർ ഐ സീസ്, ദെൻ ലോജിക് ഗേറ്റ്സിൻ്റെ ഐ സീസ്, അതെല്ലാം എന്തിലേക്ക് വരും? ഈ ഡിജിറ്റൽ ഐ സിയിലേക്ക് വരും. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇൻ്റർഫേസിങ് ഐ സീസ്. ഇൻ്റർഫേസിങ് ഐ സീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ടിൽ നിന്ന് നമുക്ക് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇല്ലേ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻ്റർഫേസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യിക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? ഇൻ്റർഫേസിങ് ഐ സീസ് ആണ്. അവിടെ നമുക്ക് ഒന്നിൽ നിന്ന് അനലോഗിൽ നിന്ന് മാറ്റി ഡിജിറ്റലിലോട്ട് ആക്കിയിട്ടായിരിക്കും നമുക്ക് വേറെ ഒന്നിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻപുട്ട് സൈഡിൽ നമ്മൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് വെക്കും. തിരിച്ച് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് അനലോഗ് ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ ഡിജിറ്റൽ ടു അനലോഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഇൻ്റർഫേസിങ് ഐ സീസ് ആണ് എന്ത്? ഈ ADC, DAC എക്സെട്ര. ഓക്കെ ആണല്ലോ. അപ്പം ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദി fabrication process and second one is based on the mode of operation, linear, digital, interfacing. Then next last one is based on the density of integration. അതായത് നമ്മൾ എത്രത്തോളം കമ്പോണൻസ് ഓരോ ഐ സിയിലും ഉണ്ട് അതനുസരിച്ച് നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, SSI, MSI, LSI, VLSI, ULSI, GSI ഒക്കെ അല്ലേ. SSI എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് എന്താ? സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ SSI ഐ സിക്കകത്തുള്ളത് ലോജിക് ഗേറ്റ്സ് ആയിരിക്കും. ആൻഡ് ഓർ, നാൻഡ് നോർ അതുപോലുള്ള ലോജിക് ഗേറ്റ്സ് ആയിരിക്കും. അതിനകത്ത് ഒരു ഐ സിക്കകത്തുള്ള ഗേറ്റ്സിൻ്റെ എണ്ണം എപ്പോഴും ലെസ് ദാൻ 10 ആയിരിക്കും. 10ൽ താഴെ എണ്ണം മാത്രമേ എന്ത് കാണത്തുള്ളൂ? ഗേറ്റ്സ് ആ ഐ സിക്കകത്ത് കാണത്തുള്ളൂ. അപ്പോൾ ആ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിനും എത്ര നമ്പർ ഓഫ് ഗേറ്റ്സ് പെർ ഐ സി ഉള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. ഇവിടെ ഗേറ്റ്സ് ആണ്. ഗേറ്റ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 10 ആണ്. ദെൻ മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? MSI, അതായത് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ്, ആഡേഴ്സ്, കൗണ്ടേഴ്സ്, മൾട്ടിപ്ലെക്സേഴ്സ്, ഡീമൾട്ടിപ്ലെക്സേഴ്സ് ഇതെല്ലാം എന്തിൽ വരും? MSIക്കകത്ത് വരും. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഗേറ്റ്സിൻ്റെ എണ്ണം എത്രയാണ്? 10 to 100 ആണ്.
ഓക്കെ ആണല്ലോ. ഒരു ഐ സിക്കകത്ത് MSIയിലുള്ള ഒരു ഐ സിക്കകത്തുള്ള മാക്സിമം ഗേറ്റ്സിൻ്റെ എണ്ണം എത്രയാണ്? 100, 10 to 100. ഓക്കെ ആണല്ലോ. ദെൻ സോ ലെസ് ദാൻ 10 ഈസ് SSI, ബിറ്റ്വീൻ 10 and 100 ഈസ് MSI. നെക്സ്റ്റ് വൺ ഈസ് LSI. LSI എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്മോൾ മെമ്മറി ചിപ്സ് അല്ലെങ്കിൽ PLDs, പ്രോഗ്രാമബിൾ ലോജിക് അറേസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് എന്ത്? ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. അതിനകത്ത് വരുന്നതാണ് എന്ത്? ഗേറ്റ്സിൻ്റെ എണ്ണം 100 to 10,000. അപ്പോൾ 100 to 10,000 ഇല്ലേ? അത്രയും റേഞ്ചിലാണ് ഗേറ്റ്സ് പെർ IC വരുന്നത്. ദെൻ VLSI ആകുമ്പോഴത്തേക്കും ലാർജ് മെമ്മറി ചിപ്സ്, കോംപ്ലക്സ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് ഒക്കെയാണ് ഈ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനിലൂടെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഗേറ്റ്സുകളുടെ എണ്ണം 10,000 to 1 lakh. ഓക്കെ ആണല്ലോ. 10,000 to 1 lakh ഫോർ VLSI. ദെൻ ULSI എന്താണ്? ULSIയുടെ റേഞ്ച് 1 lakh to 10 lakh. അപ്പോൾ ULSI നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഇറ്റ് കംസ് ടു മൈക്രോ പ്രോസസ്സർ അല്ലേ? അപ്പം മൈക്രോ പ്രോസസ്സറിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ ദ റേഞ്ച്. അപ്പോൾ അതിനകത്ത് ഒരു IC എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഗേറ്റ്സുകളുടെ എണ്ണം ഇറ്റ്സ് അപ് ടു 10 lakh അല്ലേ? 1 lakh തൊട്ട് 10 lakh വരുമ്പോഴത്തേക്ക് നമ്മൾ അതെന്തെന്ന് പറയും? അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇസ് ജിഗാ സ്കെയിൽ ഇൻ്റഗ്രേഷൻ, GSI. സോ ജിഗാ സ്കെയിൽ ഇൻ്റഗ്രേഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ Pentium 4 പ്രോസസ്സർ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മൈക്രോ പ്രോസസ്സർ വേർഷൻസ് ആണ് Pentium 4 ആയിട്ട് റിലേറ്റഡ്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ഈ GSI ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ICക്കകത്ത് ഏകദേശം 10 ലക്ഷത്തിൽ കൂടുതൽ ഗേറ്റ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ദേ ആർ കോൾഡ് ജിഗാ സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അപ്പോൾ ഒന്നും കൂടെ ഓർത്തിരിക്കുക. SSI ലെസ് ദാൻ 10, MSI 10 to 100, LSI 100 to 10,000, VLSI 10,000 to 1 lakh, ULSI 1 lakh to 10 lakh, and GSI is greater than 10 lakh. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ICs. അപ്പോൾ ICയുടെ അഡ്വാൻറ്റേജസ് എന്താണ്? സ്മോൾ സൈസ് ആണ്, സ്മോൾ ആൻഡ് ലൈറ്റ് ഇൻ വെയിറ്റ് അല്ലേ? ലോ കോസ്റ്റ്, ഹൈലി റിലയബിൾ, ദെൻ ഇംപ്രൂവ്ഡ് പെർഫോമൻസ്, ലോ പവർ കൺസംഷൻ, ഫാസ്റ്റ് ഓപ്പറേഷൻ, സ്റ്റാൻഡേർഡ് പാക്കേജിങ്, ഈസി ട്രബിൾ ഷൂട്ടിംഗ്. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ICയുടെ ബേസിക് അഡ്വാൻറ്റേജസ്. ലൈറ്റ് വെയിറ്റ് ആണ്, സൈസ് സ്മോൾ ആണ്, ദെൻ നമുക്ക് ചീപ്പായിട്ട് അവൈലബിൾ ആണ്, ഹൈലി റിലയബിൾ ആണ്, ദെൻ പെർഫോമൻസ് ഇസ് ഫാർ ബെറ്റർ, കൺസംഷൻ ഓഫ് പവറും വളരെ കുറവാണ് അല്ലേ? എക്യുപ്മെൻറ്റ് തന്നെ വളരെ ചെറുതാണ്. അപ്പോൾ അതിന് നമുക്കാണ് അല്ലെങ്കിൽ എന്താണ്? ഇൻഎക്സ്പെൻസീവ് ആണ് അല്ലേ? ദെൻ ഹൈലി റിലയബിൾ, ഇംപ്രൂവ്ഡ് പെർഫോമൻസ്, ലോവർ പവർ കൺസംഷൻ, ഫാസ്റ്റർ ഓപ്പറേഷൻ, ദെൻ സ്റ്റാൻഡേർഡ് പാക്കേജിങ്. അത് നമ്മൾ ഡ്യുവൽ ഇൻലൈൻ പാക്കേജിങ് ഒക്കെ പറയത്തില്ലേ? അപ്പോൾ അതുപോലെ സ്റ്റാൻഡേർഡ് പാക്കേജിങ് ആണ്. ട്രബിൾ ഷൂട്ടിങ്ങും എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തൊക്കെയാണ്? SMPSും ദെൻ ICസും. ജസ്റ്റ് നമുക്കത് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് SMPSൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. അതിനകത്ത് നമ്മൾ ലീനിയർ പവർ സപ്ലൈയുടെ ഡിസഡ്വാൻറ്റേജസ് ആദ്യം ഓർത്തിട്ട് വേണം SMPSലേക്ക് പോകാൻ. ലീനിയർ പവർ സപ്ലൈ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പവർ സപ്ലൈയുടെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി 40 to 50% ഉള്ളൂ. ദെൻ എന്താണ്? അതിനകത്ത് നോയ്സ് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് പവർ ഡിസിപ്പേഷൻ ഒക്കെ കൂടുതലാണ്, ഹീറ്റ് ലോസ് കൂടുതലാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സൈസ് കൂടുതലാണ്, ലോ ഫ്രീക്വൻസി ആയതുകൊണ്ട്. ദെൻ പിന്നെ അതെന്താണ്? ബൾക്കിയാണ് അല്ലേ? അതൊക്കെ കൊണ്ടാണ് നമ്മൾ SMPSലേക്ക് വന്നത്. SMPSനകത്താകുമ്പോഴത്തേക്കും ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷനാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷൻ ചെയ്യുന്നത് മോസ്ഫെറ്റ് അല്ലെങ്കിൽ പവർ ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ദെൻ ഇവിടെ ഇൻപുട്ട് സ്റ്റേജിൽ നമ്മൾ റെക്ടിഫയർ ഫിൽറ്റർ ഉപയോഗിക്കുന്നു, ഔട്ട്പുട്ട് സ്റ്റേജിലും റെക്ടിഫയറും ഫിൽറ്ററും ഉപയോഗിക്കുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പൾസ് വിഡ്ത്ത് മോഡുലേറ്റർ സർക്യൂട്ട് ഉണ്ട് ഫോർ കൺട്രോളിങ് ദി ഫീഡ്ബാക്ക് മെക്കാനിസം. ദെൻ എന്താണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഈ ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർക്കുക ഓരോ സ്റ്റേജും. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ്
ഹൈ ഫ്രീക്വൻസിയിലാണ് നമ്മൾ SMPS ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമർ സൈസ് വളരെ കുറവായിരിക്കും. ലോസ്, പവർ ലോസും കമ്പോണൻറ്റ് ലോസും എന്താണ് ഹീറ്റ് ലോസും എല്ലാം എന്താണ് വളരെ കുറവായിരിക്കും. ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 80 to 90% ഒരു എഫിഷ്യൻ്റ് ആണ്. സൈസും സ്മോൾ ആണ്. മാനുഫാക്ചറിങ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ICസിലേക്ക് വരുമ്പോഴത്തേക്ക് IC എന്ന് പറഞ്ഞാൽ മൈക്രോ സർക്യൂട്ട്, മൈക്രോ ചിപ്പ് എന്ന് പറയും, സിലിക്കൺ ചിപ്പ് എന്ന് പറയും. ബേസ്ഡ് ഓൺ ഫാബ്രിക്കേഷൻ പ്രോസസ്സ് ആണെങ്കിൽ നമ്മൾ മോണോലിത്തിക്, ഹൈബ്രിഡ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഓപ്പറേഷൻ ആണെങ്കിൽ ലീനിയർ, ഡിജിറ്റൽ, ഇൻ്റർഫേസ്. ലീനിയർ ICസിൻ്റെ എക്സാമ്പിൾ IC741 നമ്മുടെ ഓപ്പാമ്പ് IC. ഡിജിറ്റൽ ICസ് കൗണ്ടർ IC വരും, ഷിഫ്റ്റ് രജിസ്റ്റർ IC, മൾട്ടിപ്ലെക്സർ, മൾട്ടിപ്ലെക്സർ ICs, എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ICs, ലോജിക് ഗേറ്റ്സ് ICs എല്ലാം എന്താണ് ഡിജിറ്റൽ ICസിൽ വരും. ഇൻ്റർഫേസിങ് ICs ആകുമ്പോഴത്തേക്കും ADC, DAC. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ടേബിളാണ്. <10 SSI, 10 to 100 MSI, LSI ആണെങ്കിൽ 100 to 10,000, VLSI ആണെങ്കിൽ 10,000 to 1 lakh, ULSI ആണെങ്കിൽ 1 lakh to 10 lakh, ഗ്രേറ്റർ ദാൻ 10 lakh ആണെങ്കിൽ GSI. ഇത് ഗേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു ICയിൽ ഉപയോഗിക്കുന്ന ഗേറ്റ്സ് വെച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ. ഓക്കെ ആണല്ലോ. പിന്നെ അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.